അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. ദീർഘകാലമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്കും പരസ്പര ശത്രുതയ്ക്കും താൽക്കാലികമായെങ്കിലും ഒരു അയവ് വരുത്താൻ ഈ കരാറിന് സാധിക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന വിഷയമാണ്. ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ജൂൺ 24-ന് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഈ വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതിന് ശേഷമാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ വെടിനിർത്തൽ ലംഘിക്കുകയാണെങ്കിൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് കരാറിന്റെ ദുർബലതയും ഭാവിയിലെ അനിശ്ചിതത്വവും എടുത്തു കാണിക്കുന്നുണ്ട്. ജൂൺ 13-ന് ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലെത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചത് ഇസ്രയേലിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതെന്നത് ശ്രദ്ധേയമാണ്. ഇത് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇറാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ടോ എന്ന സംശയം ഉളവാക്കി. എന്നിരുന്നാലും പിന്നീട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയതായി റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്തുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം ഒരുപക്ഷെ ഇസ്രയേലിനോടുള്ള തങ്ങളുടെ അതൃപ്തിയും സൈനിക ശേഷിയും പ്രകടിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കാം. അല്ലാതെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ വെടിനിർത്തൽ കരാറിന് പിന്നിൽ ട്രംപിന്റെ വ്യക്തിപരമായ താൽപര്യങ്ങളും നയതന്ത്ര വൈദഗ്ധ്യവും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതിനായി അദ്ദേഹം പലതവണ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രയേൽ സമാധാന കരാറുകളിൽ ഏർപ്പെട്ടപ്പോഴും ട്രംപിന്റെ മധ്യസ്ഥത നിർണായകമായിരുന്നു. ഈ പുതിയ വെടിനിർത്തൽ കരാറും അദ്ദേഹത്തിന്റെ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിളിച്ചു ചേർത്ത അടിയന്തര സുരക്ഷാ യോഗത്തിന് ശേഷം നടത്തിയ പ്രസ്താവനയിൽ ഇസ്രയേൽ തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതായി അവകാശപ്പെട്ടു. ഇറാനെതിരെയുള്ള സൈനിക നടപടി വിജയകരമായി പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന് തന്റെ ശക്തി ഉറപ്പിക്കാനും ജനപിന്തുണ വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം. യുദ്ധത്തിലെ വിജയം അവകാശപ്പെടുന്നതിലൂടെ ഒരു ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ നിലനിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഉഭയകക്ഷി വെടിനിർത്തലിനായുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോട് ഇസ്രയേൽ യോജിക്കുന്നുവെന്നും വെടിനിർത്തലിന്റെ ഏതൊരു ലംഘനത്തിനും ഇസ്രയേൽ ശക്തമായി പ്രതികരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഈ നിലപാട് ഇസ്രയേലിന്റെ പ്രതിരോധ നയത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി നൽകാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഭാവിയിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനെ നേരിടാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ഖത്തറിനെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇരു വിഭാഗങ്ങളെയും വെടിനിർത്തലിലേക്ക് കൊണ്ടുവരുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ അമീർ തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ട്രംപ് സംസാരിക്കുകയും ഇസ്രയേൽ വെടിനിർത്തലിന് ഇതിനകം സമ്മതിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തതായും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഖത്തർ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന നയതന്ത്ര ശക്തിയായി മാറിയിരിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ മധ്യസ്ഥ ദൗത്യം. മുൻപ് പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും സംഘർഷങ്ങളിലും ഖത്തർ മധ്യസ്ഥന്റെ റോളിൽ എത്തിയിട്ടുണ്ട്. താരതമ്യേന ചെറു രാജ്യമായിട്ടും സൗദി അറേബ്യയുമായും ഇറാനുമായും തുർക്കിയുമായും ഒക്കെയുള്ള നല്ല ബന്ധം ഖത്തറിന് ഇത്തരം നയതന്ത്ര നീക്കങ്ങളിൽ നിർണായകമാകുന്നുണ്ട്. ഗാസയിലെ ഹമാസുമായും ഖത്തറിന് അടുത്ത ബന്ധങ്ങളുണ്ട്. ഇത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിലും അവർക്ക് സ്വാധീനം ചെലുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിൽ ഖത്തറിന്റെ പങ്ക് സ്വാഭാവികമാണ്. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമിട്ടേക്കാം. ഈ മേഖലയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവിലയിലും മറ്റ് സാമ്പത്തിക കാര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്കും ഒരു പരിധിവരെ സഹായകമാകും. എന്നിരുന്നാലും ഈ വെടിനിർത്തൽ കരാറിന് നിരവധി വെല്ലുവിളികളും ഉണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത ദീർഘകാലത്തെ ചരിത്രപരമായ കാരണങ്ങളാലും രാഷ്ട്രീയ മതപരമായ ഭിന്നതകളാലും ഉടലെടുത്തതാണ്.
ഇറാൻ ഇസ്രയേലിനെ അംഗീകരിക്കുന്നില്ല, ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. മറുവശത്ത് ഇസ്രയേൽ ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷികളെയും തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി കാണുന്നു. സിറിയ, ലബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകളെയും ഇസ്രയേൽ ആശങ്കയോടെയാണ് കാണുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും ഇസ്രയേലിനൊരു ഭീഷണിയാണ്. ഈ വെടിനിർത്തൽ കരാർ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണോ അതോ ദീർഘകാല സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണോ എന്ന് കണ്ടറിയണം. കരാറിന്റെ നിബന്ധനകൾ എത്രത്തോളം പാലിക്കപ്പെടും, ഭാവിയിൽ എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഇരുപക്ഷവും എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഭാവി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വീണ്ടും വിജയിക്കാനായാൽ ഈ വെടിനിർത്തൽ കരാറിന് കൂടുതൽ സ്ഥിരത ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കരാറിന്റെ ഭാവിയെയും സ്വാധീനിച്ചേക്കാം. ഈ കരാർ പശ്ചിമേഷ്യയിലെ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ചെറിയ ആശ്വാസത്തിന് വക നൽകുന്നു. എങ്കിലും ഈ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും എല്ലാ കക്ഷികളും ഒരു തുറന്ന സമീപനത്തോടെ ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ടെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്.